എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിവിധ സമയങ്ങളിലായിട്ട് ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ട് ഈ ഒരു ജൂൺ 10 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനും അപേക്ഷയിലെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഈ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ 13 വിദ്യാർത്ഥികളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ അവസരം ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം MG യൂണിവേഴ്സിറ്റിയൊക്കെ ഈ ഒരു രീതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് പുതിയ അപേക്ഷ നൽകാനുള്ള അവസരം ആ ഒരു ഫെസിലിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെക്യൂരിറ്റി കീ അല്ലെങ്കിൽ CAP ID എന്നിവ മറന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ CAP IDയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും ഒക്കെ മറന്നു പോയാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള അപ്ലൈ നോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു പേജ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. കാരണം അത് ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ആരംഭിച്ചതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ നിലവിൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മാത്രമേ വീണ്ടും വരുള്ളൂ. അപ്പോൾ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷയുടെ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു CAP IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് അത് റിട്രീവ് ചെയ്തെടുക്കാനുള്ള ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.